ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇഫ് യു ആർ എ ന്യൂ വ്യൂവർ പ്ലീസ് ടു സബ്സ്ക്രൈബ് അവർ ചാനൽ. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് ഒന്നും തന്നെ മിസ്സാവാതെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും. നമ്മൾ ഒട്ടും സമയം കളയുന്നില്ല, നേരെ വീഡിയോയിലേക്ക് പോവാം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എങ്ങനെയൊക്കെ പഠിച്ചാൽ അല്ലെങ്കിൽ ഏതൊക്കെ രീതികളിൽ മുന്നോട്ട് പോയാൽ നമുക്ക് ഇംഗ്ലീഷ് ഫ്ലുവൻ്റായിട്ട് സംസാരിക്കാൻ കഴിയും എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കാരണം നമ്മൾ ഒരുപാട് സെൻറ്റൻസുകളും ഗ്രാമർ അതുപോലെ വൊക്കാബുലറി ഇതൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. പക്ഷേ അതിൻ്റെ കൂടെ തന്നെ ചെറിയ ചെറിയ കുറച്ച് ടിപ്സുകളും കൂടി പറഞ്ഞു തന്നെങ്കിൽ മാത്രമേ നമുക്ക് മാക്സിമം ഫ്ലുവൻ്റായിട്ട് സംസാരിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ ഒരു വീഡിയോ കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇപ്പോൾ ബിഗിനറായിട്ടുള്ളവർക്കും ഇംഗ്ലീഷ് പഠിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്കും ഒക്കെ യൂസ്ഫുൾ ആയിരിക്കും ഈ ഒരു വീഡിയോ. സോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നേരെ നമുക്ക് ടോപ്പിക്കിലേക്ക് പോവാം. സോ നമ്മളൊക്കെ ഇംഗ്ലീഷ് പഠിക്കാനും ഇംഗ്ലീഷ് ഫ്ലുവൻ്റ് ആക്കാനും വേണ്ടിയിട്ട് വന്നിട്ടുള്ളവരാണ്. അപ്പോൾ ഫസ്റ്റ് തിങ് എന്ന് പറയുന്നത് എന്താണ്? റെഡി ടു ലേൺ. അതായത് നമ്മൾ ഇംഗ്ലീഷ് പഠിക്കാൻ റെഡി ആയിട്ട് വേണം ആദ്യം തന്നെ ഇതിലേക്ക് ഇറങ്ങാൻ. കാരണം നമ്മൾ ഇംഗ്ലീഷ് പറഞ്ഞാൽ തെറ്റിപ്പോവോ അല്ലെങ്കിൽ എന്നെക്കൊണ്ട് ഇത് സാധിക്കുമോ, ഇത്തരം ടെൻഷൻ കൊണ്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മാക്സിമം പുറകോട്ടാണ് നമ്മളെ വലിക്കുക. അപ്പം എനിക്ക് കഴിയും അല്ലെങ്കിൽ എനിക്ക് സാധിക്കും, ഒരുപാട് ആളുകൾ സംസാരിക്കുന്നുണ്ട്, അപ്പോൾ എനിക്ക് എന്തുകൊണ്ടായിക്കൂടാ, ആ ഒരു രീതിയിൽ ചിന്തിച്ചുകൊണ്ട് പോസിറ്റീവ് മൈൻഡോടുകൂടി നമ്മൾ ഇംഗ്ലീഷിനെ സമീപിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഇംഗ്ലീഷിൽ സംസാരിക്കാൻ അല്ലെങ്കിൽ ഫ്ലുവൻ്റ് ആവാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇനി സെക്കൻഡ് തിങ് എന്ന് പറയുന്നത് പ്രാക്ടീസ്. സെക്കൻഡ് തിങ് എന്ന് പറയുന്നത് എന്താണ്? പ്രാക്ടീസ് അതാണ് വളരെ ഇമ്പോർട്ടൻറ്റ്. ഞാനൊരു എക്സാമ്പിൾ പറയാം. നമുക്കിപ്പം ഡ്രൈവിംഗ് അറിയാം, വണ്ടി ഓടിക്കാൻ അറിയാം. പക്ഷേ ഈ വണ്ടി ഓടിക്കാൻ അറിയുന്നത് കൊണ്ട് മാത്രം നമുക്ക് റോഡിലേക്ക് ഒരു വണ്ടിയുമായിട്ട് ഇറങ്ങാൻ സാധിക്കുമോ? ഒരിക്കലുമില്ല. അതിനു മുമ്പ് എന്തൊക്കെ വേണം? ലേണിംഗ് ടെസ്റ്റ് പാസ്സാവണം, അതുപോലെ റോഡ് നിയമങ്ങൾ അറിഞ്ഞിരിക്കണം, വണ്ടി ഓടിക്കേണ്ട റോഡ് നിയമങ്ങൾ കറക്റ്റായിട്ട് മനസ്സിലായിട്ടില്ലെങ്കിൽ അതുപോലെ സിഗ്നൽസ് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഒരു റോഡിലേക്ക് ഇറങ്ങുന്ന സമയത്ത് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പ്രാക്ടിക്കൽ ആവാനുണ്ട് ഇല്ലേ? പ്രാക്ടിക്കൽ ആയതിനു ശേഷം മാത്രമേ നമുക്ക് ഒരാൾക്ക് സ്വന്തമായിട്ട് മറ്റൊരാളുടെ സഹായമില്ലാതെ ഒരു വണ്ടിയുമായിട്ട് റോഡിലേക്ക് ഇറങ്ങാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെയല്ലേ? അപ്പോൾ അതേപോലെ തന്നെയാണ് ഇംഗ്ലീഷിൻ്റെ കാര്യം പറയുമ്പോഴും. എന്താണ്? നമുക്ക് ഇംഗ്ലീഷ് അറിയാം അല്ലെങ്കിൽ ഗ്രാമർ അറിയാം, ഞാൻ ഡിഗ്രി വരെ പഠിച്ചു, PG വരെ പഠിച്ചതൊക്കെ ഇംഗ്ലീഷിലാണ്. പക്ഷേ എനിക്ക് മറ്റൊരാളുമായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കുന്ന സമയത്ത് കറക്റ്റായിട്ട് പറയാൻ സാധിക്കുന്നില്ല, പലപ്പോഴും തെറ്റിപ്പോകുന്നു. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? പ്രാക്ടീസ് ചെയ്യുന്നില്ല. അല്ലെങ്കിൽ ഇംഗ്ലീഷ് നമുക്കെല്ലാം അറിയാം, നമ്മളത് ഉള്ളിൽ തന്നെ വെച്ചിരുന്നിട്ടുണ്ടെങ്കിൽ നമുക്കൊരിക്കലും എന്ത് ചെയ്യാൻ കഴിയില്ല? ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയില്ല. അപ്പം നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? മാക്സിമം കിട്ടുന്ന അവസരങ്ങളിലൊക്കെ ഈ ഇംഗ്ലീഷ് സംസാരിച്ചു കൊണ്ടിരിക്കുക. അതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ കുട്ടികളോട് സംസാരിക്കാം, വീട്ടിൽ സംസാരിക്കാം, ഇതൊക്കെ നിങ്ങൾക്ക് കിട്ടുന്ന ചാൻസുകളാണ്. അപ്പോൾ മാക്സിമം എന്ത് ചെയ്യുക? കിട്ടുന്ന ചാൻസുകളൊക്കെ അങ്ങ് മുതലാക്കുക. ഒരു ചാൻസും ഒഴിവാക്കി വിടാതെ കിട്ടുന്ന ചാൻസൊക്കെ നമ്മൾ ഉപയോഗിച്ചേക്കുക. സെക്കൻഡ് തിങ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പ്രാക്ടീസ്. ആ പ്രാക്ടീസ് ഇല്ലാതെ നമ്മൾ എന്ത് പഠിച്ചാലും ഫ്ലുവൻ്റ് ആക്കാൻ സാധിക്കില്ല. ഇനി ഗ്രാമർ അറിയില്ലെങ്കിൽ പോലും നമുക്ക് ഒരു പക്ഷേ ഇംഗ്ലീഷ് സംസാരിക്കാം. പക്ഷേ എന്ത് വേണം? പ്രാക്ടീസ് ചെയ്യണം. നെക്സ്റ്റ് തിങ് എന്ന് പറയുന്നത് ഫൈൻഡ് പീപ്പിൾ ടു ടോക്ക് ടു. അതായത് നമുക്ക് സംസാരിക്കാൻ ഒരു വേദി വേണം അല്ലേ? അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ആരോടൊക്കെ നമുക്ക് സംസാരിക്കാം? ഒന്ന്, നമുക്ക് നമ്മുടെ വീട്ടിൽ സംസാരിക്കാമെന്ന് പറഞ്ഞു, നമ്മുടെ കുട്ടികളോട് സംസാരിക്കാം. അതുപോലെ തന്നെ നമ്മളെപ്പോലെ ഇംഗ്ലീഷ് സംസാരിക്കാൻ ശ്രമിക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ ചുറ്റുവട്ടത്തും അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളുടെ ഇടയിലും ഉണ്ടാവും. അത്തരം സുഹൃത്തുക്കളുമായിട്ട് ഒരു റാപ്പോർട്ട് ക്രിയേറ്റ് ചെയ്യുക. അതായത് ഇപ്പോൾ സോഷ്യൽ മീഡിയ ഒക്കെ ഒരുപാട് ഇമ്പ്രൂവ് ആയ സമയമാണ്. അപ്പോൾ നമുക്ക് ഒന്നല്ലെങ്കിൽ ഒരു വാട്സപ്പ് ഗ്രൂപ്പ്, ഇത് പഠിക്കുന്നവരെ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ട് അല്ലെങ്കിൽ സംസാരിക്കാൻ ശ്രമിക്കുന്ന ആളുകളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യാം. ആ ഒരു ഗ്രൂപ്പിലൂടെ നിങ്ങൾക്ക് അറിയുന്ന രീതിയിലുള്ള കമ്മ്യൂണിക്കേഷൻ ഇംഗ്ലീഷിൽ ചെയ്ത് നിങ്ങൾക്ക് ഇമ്പ്രൂവ് ആകാം. ആ ഒരു ഗ്രൂപ്പിൽ നിങ്ങൾ ഇംഗ്ലീഷ് മാത്രമേ സംസാരിക്കൂ എന്നൊരു തീരുമാനം എടുക്കുക. നിങ്ങൾക്ക് അറിയുന്ന രീതിയിൽ എന്ത് കാര്യമായിക്കോട്ടെ, നിസ്സാര കാര്യമാണെങ്കിൽ പോലും നിങ്ങളത് ഇംഗ്ലീഷിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് നോക്കൂ. ഉറപ്പായിട്ടും നിങ്ങൾക്ക് മാറ്റം ഉണ്ടാകും. അതുപോലെ ഈ നെഗറ്റീവ് പറയുന്ന ആൾക്കാരുണ്ടല്ലോ, ഇവരെ കൊണ്ട് നമുക്ക് ഒരുപാട് ഉപകാരമുണ്ട്. എന്താണെന്നറിയോ? നമ്മൾ എന്തൊക്കെ നല്ല രീതിയിൽ കറക്റ്റായിട്ട് പെർഫെക്റ്റായിട്ട് ചെയ്യാൻ നമ്മൾ ശ്രമിച്ചോ, നമ്മളൊക്കെ ചെയ്തു നമുക്കത് 100% പെർഫെക്റ്റ് ആണെന്ന് തോന്നുമ്പോഴും നമ്മളോട് നെഗറ്റീവ് പറയുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ ചുറ്റുവട്ടത്തും അല്ലെങ്കിൽ നമുക്ക് ചുറ്റിനും ഉണ്ടാവും ഇല്ലേ?
ആ ഒരു നെഗറ്റീവ് പറയുന്ന ആളുകൾ, ഞാൻ ആരെയും ബ്ലെയിം ചെയ്യല്ല, അങ്ങനെ നെഗറ്റീവ് കണ്ടുപിടിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർ നമ്മുടെ നെഗറ്റീവ്സ് പറഞ്ഞു തരുമ്പോൾ നമ്മളത് പോസിറ്റീവായിട്ട് എടുക്കാം. കാരണം അങ്ങനെ ഒരു മിസ്റ്റേക്ക് ഒരു പക്ഷേ നമ്മൾ പോലും ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല, നമ്മൾ പറയുന്നതിലുള്ള മിസ്റ്റേക്ക് അല്ലേ. അപ്പോൾ ആ മിസ്റ്റേക്കുകളെ നമ്മൾ പോസിറ്റീവായിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. നമ്മളോട് ഈ പറഞ്ഞത് മിസ്റ്റേക്കാണ് അല്ലെങ്കിൽ നീ ആ പറഞ്ഞത് തെറ്റാണ് എന്ന് ഒരാൾ പറയുന്ന സമയത്ത് അതിനെ പോസിറ്റീവായിട്ട് ആക്സെപ്റ്റ് ചെയ്യുക. നെക്സ്റ്റ് ടൈം നമ്മൾ എന്ത് ചെയ്യുക, ആ മിസ്റ്റേക്ക് കറക്റ്റ് ചെയ്യുക. അപ്പം നമ്മുടെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ആ നെഗറ്റീവിനെയും കൂടി പോസിറ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അടുത്ത കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ആരുടെയും സഹായമില്ലാതെ ചെയ്യാൻ കഴിയുന്ന കാര്യമാണ്. എല്ലാവരുടെയും കയ്യിലൊരു ഫോൺ ഉണ്ടാവുമല്ലോ. ഇപ്പോൾ ഒരു ആൻഡ്രോയിഡ് ഫോൺ ഇല്ലാത്ത ആളുകൾ അല്ലെങ്കിൽ സ്മാർട്ട് ഫോൺ ഇല്ലാത്ത ആളുകൾ വളരെ ചുരുക്കമായിരിക്കും അല്ലേ. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകൾ, ഇംഗ്ലീഷ് പഠിക്കാൻ താല്പര്യപ്പെടുന്ന അല്ലെങ്കിൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ എന്ത് ചെയ്യുക, ഒരു സ്മാർട്ട് ഫോൺ എടുക്കുക. അതുപോലെ തന്നെ നമുക്ക് അറിയുന്ന കാര്യങ്ങൾ പലപ്പോഴായിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, മനസ്സിൽ പറഞ്ഞു നോക്കിയിട്ടുണ്ടാവും, എഴുതി നോക്കിയിട്ടുണ്ടാവും, ചിന്തിച്ച് നോക്കിയിട്ടുണ്ടാവും എങ്ങനെ അത് ഇംഗ്ലീഷിൽ പറയുമെന്നുള്ളത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഒരു സ്മാർട്ട് ഫോൺ ഉണ്ടെങ്കിൽ ആ ഫോൺ എടുക്കുക. നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ആ ഫോണിൽ ഒന്ന് റെക്കോർഡ് ചെയ്ത് നോക്കുക. റെക്കോർഡ് ചെയ്യുക, അത് പലതവണ കേൾക്കുക. നിങ്ങൾ മൈൻഡിൽ ഉദ്ദേശിച്ച കാര്യം കറക്റ്റായിട്ട് നിങ്ങൾക്ക് പറയാൻ സാധിച്ചോ എന്ന് പലപ്പോഴായിട്ട് ചെക്ക് ചെയ്യുക. ഒരു തവണ പറഞ്ഞു തെറ്റിക്കോട്ടെ, വീണ്ടും അടുത്ത തവണ അതേ കാര്യം നിങ്ങൾ റിപ്പീറ്റ് ചെയ്യുക. അപ്പോൾ കുറച്ചും കൂടി ഇമ്പ്രൂവ് ആയിട്ടുണ്ടാവും. എന്നിട്ടും 100% ശരിയായിട്ടില്ല എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ വീണ്ടും പറയുക. അങ്ങനെ പറഞ്ഞ് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, ഫ്ലുവൻ്റ് ആവാനായിട്ട് സാധിക്കും. ഈ ഒരു കാര്യം ചെയ്യുന്നതിന് മറ്റൊരാളുടെയും ഹെൽപ്പ് നമുക്ക് ആവശ്യമില്ല. നമ്മുടെ കയ്യിലുള്ള ഒരു ഫോൺ മാത്രം മതി. നമ്മൾ ഇംഗ്ലീഷ് പഠിക്കാനായിട്ട് ഒരുപാട് ചാനലുകൾ സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവരുടെയും വീഡിയോ കുത്തിയിരുന്ന് കണ്ടു, ഒരുപാട് ശ്രമിച്ചു. ഇതൊക്കെ കണ്ടിട്ട് കാര്യമുണ്ടോ? ഇല്ല. പകരം എന്ത് വേണം, പ്രാക്ടീസ് ചെയ്യണമെന്ന് ഞാൻ എല്ലാ വീഡിയോയിലും റിപ്പീറ്റ് ചെയ്ത് പറയുന്നതാണ്. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഈ ഫോണിൽ റെക്കോർഡ് ചെയ്ത് നമ്മൾ മാത്രമേ കേൾക്കുന്നുള്ളൂ, തെറ്റിക്കോട്ടെ, ആർക്കും ഒരു പ്രശ്നമില്ല. വീണ്ടും നമ്മൾ ശ്രമിക്കുന്നതിലൂടെ എന്ത് ചെയ്യാൻ കഴിയും, ഒരിക്കൽ നമുക്ക് പറയാൻ സാധിക്കും. പെട്ടെന്ന് നമ്മളൊരു ലാംഗ്വേജ് അക്വയർ ചെയ്യുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. മാക്സിമം ശ്രമിച്ചുകൊണ്ടേയിരിക്കുക. ഇനി അതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലാസ്റ്റ് കാര്യം എന്താണെന്ന് വെച്ചാൽ ലിസണിങ്. അതായത് ലിസണിങ് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഏതൊരു ലാംഗ്വേജ് ആയിക്കോട്ടെ, അത് ഇംഗ്ലീഷ് എന്നല്ല, നമ്മൾ മറ്റുള്ള രാജ്യങ്ങളിൽ പോവുകയാണെങ്കിൽ ഏതൊരു ലാംഗ്വേജ് ആയാലും അത് അക്വയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ലിസണിങ് ആണ്. നമ്മൾ ശ്രദ്ധിക്കാതെ അല്ലെങ്കിൽ വായിക്കാതെ ഒന്നും നമുക്ക് വൊക്കാബുലറി കിട്ടാൻ ചാൻസ് വളരെ കുറവാണ്. അതായത് ഇംഗ്ലീഷ് നമ്മളിപ്പോൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ ആ ഇംഗ്ലീഷ് പഠിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ വേണം, വേർഡ്സ് വേണം, സെൻറ്റൻസ് വേണം. ഗ്രാമർ നിർബന്ധമില്ല, കാരണം നമ്മളത് പഠിച്ച് ഫ്ലുവൻ്റ് ആവും. ഫുൾ ഗ്രാമർ പഠിച്ചതിന് ശേഷം ഇംഗ്ലീഷ് സംസാരിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് നോട്ട് പോസിബിൾ. അതുകൊണ്ട് കിട്ടുന്ന അവസരങ്ങളിൽ നിങ്ങൾക്ക് അറിയുന്ന കുഞ്ഞു വാക്കുകൾ ചേർത്ത് വെച്ച് നിങ്ങൾ ചെറിയ കാര്യങ്ങൾ മുതൽ സംസാരിച്ച് തുടങ്ങുക. പറഞ്ഞ് ഫ്ലുവൻ്റ് ആയിക്കോളും. അപ്പം ലാസ്റ്റ് തിങ് ഇമ്പോർട്ടൻ്റ് എന്ന് ഞാൻ പറഞ്ഞത് ലിസണിങ്. എന്തൊക്കെ ലിസൺ ചെയ്താലും നമുക്ക് ഇംഗ്ലീഷ് പഠിക്കാനുള്ള സംഗതികൾ അതിൽ നിന്ന് കിട്ടും. ഒന്ന്, ഇംഗ്ലീഷ് മ്യൂസിക്സ് കേൾക്കാം അല്ലേ, പാട്ടുകൾ കേൾക്കാം. അതുപോലെ തന്നെ വിഷമിക്കേണ്ട കാർട്ടൂണുകൾ വരെ നിങ്ങൾക്ക് കാണാം അല്ലേ. കുട്ടികളുടെ കൂടെ ഇരുന്ന് ഇംഗ്ലീഷ് കാർട്ടൂണുകൾ കാണുക. അതുപോലെ തന്നെ ഇംഗ്ലീഷ് ന്യൂസ് പേപ്പർ, അതുപോലെ ഇംഗ്ലീഷിൽ കിട്ടുന്ന മാഗസിൻസ്. ഇതൊന്നും വിഷമിക്കേണ്ട. നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു വഴിക്ക് പോവുകയാണെന്ന് വിചാരിക്കുക. ആ പോകുന്ന വഴിക്ക് നമ്മുടെ കയ്യിൽ നമ്മൾ കടല പൊതിഞ്ഞ് തരുന്ന ഒരു പേപ്പർ കിട്ടി. ആ പേപ്പറിലുണ്ട് ഇംഗ്ലീഷ്, അതൊന്ന് വായിച്ച് നോക്കുക. അപ്പോൾ ഈ 4 ടിപ്സുകൾ, ഒന്നെന്താണ്, നമ്മൾ ഫസ്റ്റ് റെഡി ആയിരിക്കുക. ഇംഗ്ലീഷ് പഠിക്കാൻ റെഡി ആയിക്കൊണ്ട് വേണം നമ്മളിതിലേക്ക് ഇറങ്ങാൻ. പിന്നത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ടോക്ക് ടു അതേഴ്സ്, അതായത് നമ്മുടെ ചുറ്റുപാടുമുള്ളവരോട് സംസാരിക്കുക. പിന്നെ അടുത്ത കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ സൗണ്ട് നിങ്ങൾ തന്നെ റെക്കോർഡ് ചെയ്യുക. അതുപോലെ അടുത്തത് ലിസണിങ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു 80% അല്ലെങ്കിൽ 90%ഓളം ചേഞ്ച് ഉറപ്പായിട്ടും വന്നിട്ടുണ്ടാവും. ഇനി ഇതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഇതുപോലുള്ള യൂട്യൂബ് ചാനലുകൾ കാണുക, ഇതുപോലുള്ള ക്ലാസ്സുകൾ കേൾക്കുക. അങ്ങനെയൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും, മാക്സിമം ഫ്ലുവൻ്റ് ആക്കാനായിട്ട് സാധിക്കും. ബി റെഡി ടു സ്പീക്ക് ഇൻ ഇംഗ്ലീഷ്. നല്ലൊരു ഭാവി എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അടുത്ത യൂസ്ഫുൾ വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ടാറ്റാ.